ഈ മൃഗശാലയിൽ എല്ലാ മൃഗങ്ങളും യഥാർത്ഥമല്ലായിരുന്നു. അവിടെ ജോലി ചെയ്തിരുന്ന ആളുകൾ മൃഗങ്ങളുടെ വേഷം ധരിച്ചതായിരുന്നു. ആ വേഷങ്ങൾ വളരെ യഥാർത്ഥമായി തോന്നുന്നതിനാൽ ദൂരത്ത് നിന്ന് നോക്കിയാൽ അതാരും വ്യാജമാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. ഒരു ദിവസം സ്കൂൾ കുട്ടികൾ മൃഗശാല സന്ദർശിക്കാൻ വന്നു. അവർ സിംഹക്കൂട്ടിനരികിലെത്തിയപ്പോൾ ഒരു സിംഹം ശാന്തമായിരിക്കുന്നത് കണ്ടു. പക്ഷെ അത് യഥാർത്ഥ സിംഹമല്ല, ഒരു മനുഷ്യൻ ധരിച്ച വേഷമാണെന്ന് അവർക്കറിയില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞൊരു ഗൊറില്ല നെഞ്ചു തടിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നത് പോലെ അഭിനയിക്കാൻ തുടങ്ങി. അത് കണ്ട് എല്ലാവരും ഭയപ്പെട്ടു. പിന്നീട് അവരൊരു വ്യാജ ജിറാഫിനെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ സന്ദർശകർക്ക് ആർക്കും അത് ഇഷ്ടമായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരാൾ പോളാർ ബിയറിന് നേരെ ഒരു കോക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. അത് കുടിക്കാനും പറയുന്നു. പോളാർ ബിയറിന്റെ വേഷത്തിനുള്ളിൽ ഉണ്ടായിരുന്നയാൾ അത് കണ്ട് ഭയന്ന് പെട്ടെന്ന് ഒരു പാറക്ക് പിന്നിൽ ഒളിച്ചു. എല്ലാവരും പോയെന്ന് ഉറപ്പായപ്പോൾ അവൻ പതുക്കെ പുറത്തു വന്ന് ആ കോക്ക് എടുത്ത് കുടിക്കാൻ തുടങ്ങി. എന്നാൽ ചില വിദേശ സഞ്ചാരികൾ അത് വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ആ വീഡിയോ വൈറലായി. അടുത്ത ദിവസം മുതൽ പോളാർ ബിയർ കോക്ക് കുടിക്കുന്നത് കാണാൻ മാത്രം ആയിരക്കണക്കിന് ആളുകൾ മൃഗശാലയിൽ എത്തി തുടങ്ങി. മൃഗശാല വലിയ വിജയകരമായി മാറി. ഗൊറില്ലയുടെ വേഷം ധരിച്ച ആളും പിന്നീട് ജനങ്ങളെ രസിപ്പിക്കാൻ തുടങ്ങി. അവനും കോക്ക് കുടിക്കുകയും പല തമാശകരമായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഒരു ദിവസം ഒരു സന്ദർശകന് സംശയം തോന്നി. മൃഗങ്ങളെല്ലാം വ്യാജമാണെന്ന് അയാൾ കരുതുകയും ജീവനക്കാരുമായി തർക്കിക്കുകയും ചെയ്തു. തങ്ങളുടെ രഹസ്യം പുറത്തു പോകരുതെന്ന് കരുതിയ ജീവനക്കാർ അന്ന് രാത്രി വ്യാജ പോളാർ ബിയറിന് പകരം ഒരു യഥാർത്ഥ കരടിയെ കൊണ്ടുവന്നു. പക്ഷേ ആ സന്ദർശകൻ അതും വ്യാജമാണെന്ന് വിശ്വസിച്ചു. അത് തെളിയിക്കാൻ അയാൾ കരടി കൂട്ടിനുള്ളിലേക്ക് തന്നെ കയറി. സ്ഥിതി അപകടമാണെന്ന് മനസ്സിലാക്കിയ ജീവനക്കാരൻ പോളാർ ബിയറിന്റെ വേഷം ധരിച്ചകത്തേക്കൂടി ശ്രദ്ധ തിരിക്കുകയും ചെയ്തു.